ആരാന്ന് പറയൂ. പേര് മാറൂഫ്. മാറൂഫ്, പറഞ്ഞോ. അതെ അതെ. പിന്നെ ഒരു വിശ്വാസിയാണ്. അതെ. ശരി, ഇന്ന് ചാകരയാണല്ലോ. പോരട്ടെ. പിന്നെയും പിന്നെയും മലയാളി, ഇതെന്താ മലയാള മാസോ? പിന്നെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മതം വിടാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇസ്ലാം ഒരു പേപ്പട്ടി മതമായതുകൊണ്ട്. ഉറപ്പിക്കാം. അതിനുള്ള കേട്ടൊക്കെ ഞാൻ എപ്പോഴേ കെട്ടിക്കഴിഞ്ഞു. പിന്നെ അങ്ങനെയാണെങ്കിൽ വേറെ മതത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല? ഞാൻ ഇതിനെ കുറിച്ചാണ് എന്റെ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ പോയിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറയാത്തെന്ന് ചോദിക്കോ? പറയും, അതാ ശീലം. താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. കൺസെപ്റ്റ് സെയിം ആണെങ്കിൽ നമുക്ക് എടുക്കാം, പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അക്ബർ എന്നൊക്കെ പറയാം. കുഴപ്പമില്ല, ബ്രഹ്മാവ് ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാല്. ശരി, അപ്പൊ നമ്മൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതായിക്കോട്ടെ. പിന്നെ എന്തിനാ നിങ്ങൾ മതം മാറ്റാൻ നിൽക്കുന്നത്? മതം മാറ്റാൻ നിന്നിട്ടില്ല, നിങ്ങളാണ് മതത്തിനില്ല എന്ന് പറഞ്ഞത്. മതം മാറ്റാൻ നിങ്ങൾ നടക്കുന്നുണ്ട്. ദാവാ പ്രവർത്തനം നിങ്ങൾ നടത്തുന്നത് എന്തിനാ? നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ, കരയിപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ ബലത്തില്. അത് നമുക്ക് നല്ലതാന്ന് തോന്നിയതിലേക്ക് മറ്റുള്ളവരും. അപ്പൊ ഇങ്ങനെ അവരത് തെറ്റാണെന്ന് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാ പറയുന്നത്? ഇതാ നിന്നെയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത, നീ പോടാ. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, പറഞ്ഞാ സാറേ. ഹിന്ദു മതത്തിലുള്ള ആളെ നിങ്ങൾ എന്തിനാ മുസ്ലിം ആക്കുന്നത്? അതെ, ഹിന്ദു മതത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഉള്ളതുകൊണ്ട്. അനാചാരങ്ങളോ? അത് അവരുടെ ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങളല്ലേ? രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഒരു കണക്കിന് എല്ലാത്തിനും ഒന്ന് ഊരി വന്നതാ. അതെല്ലാ സാധനം അങ്ങനെയാണ്. ചിലവർക്ക് മാത്സ് പെട്ടെന്ന് മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതെല്ലാം മനുഷ്യന്മാർക്ക്, ഇത് മനസ്സിലാവുന്നവർക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഇസ്ലാം മനസ്സിലാവാത്തവർക്ക് വേണ്ടേ? അല്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ളതാണ്. അതെ, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും മനസ്സിലാകുന്നവർക്കും മാത്രമുള്ളതാണ്. മനസ്സിലാകാത്തവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വിടും. വേണ്ട. അപ്പൊ പിന്നെ എന്തിനാണ് അവരെ കൊണ്ടുപോയി നരകത്തിലിടുന്നത്? അത് അവരല്ലേ ഈ ലോകം തിരഞ്ഞെടുത്തത്. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ പാകത്തിനുള്ള ബുദ്ധി കൊടുക്കാതിരുന്നത് ഈ പടച്ചോൻ തന്നെയാണെന്നല്ലേ ഖുർആൻ പറയുന്നത്? അല്ലല്ല, അവർക്ക് ബുദ്ധി കൊടുക്കാനുള്ള ഒരു ഇതൊന്നും പടച്ചോൻ ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ ബുദ്ധി പടച്ചോന്റെ കയ്യിലുള്ള സാധനമല്ല. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ലല്ല, അല്ല അല്ലാന്നല്ല, നിങ്ങൾ എടുത്ത് കളയരുത്. അല്ല, ബുദ്ധി ആരാ കൊടുക്കുന്നത്? പടച്ചോനാണോ അതോ വേറെ ആരെങ്കിലും ആണോ? പക്ഷെ പടച്ചോൻ കൊടുത്ത ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ അപ്പൊ പടച്ചോൻ കുറച്ച് ബുദ്ധി കൊടുത്തു. കുറച്ച് ബുദ്ധിയല്ല, നല്ല ബുദ്ധി തന്നെ കൊടുത്തു. അപ്പൊ പിന്നെ അത് മനസ്സിലാക്കണ്ടേ? അതെ, ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. മനസ്സിലാക്കാൻ പടച്ചോൻ ബുദ്ധി കൊടുത്താൽ മനസ്സിലാക്കാൻ പാകത്തിനുള്ള ബുദ്ധി കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ അപ്പം പടച്ചോൻ കുറച്ച് ബുദ്ധി കൊടുത്തിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കോലത്തിലാക്കിയിട്ട് എന്നിട്ട് പിന്നെ അവനെ കൊണ്ടുപോയി അറിയത്തില്ല ഇത് എന്താണ് കോയ. അപ്പൊ ഒരാളിപ്പോ ഒരു ടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയണമെന്ന് അയാൾ ശ്രമിക്കുന്നു. പടച്ചോൻ അയാൾ ഇടത്തോട്ട് തിരിയണമെന്ന് വിചാരിച്ച് അവിടെ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നു. ഇയാൾ എങ്ങോട്ട് തിരിയും? ഇല്ല, പടച്ചോൻ അങ്ങനെ വിചാരിക്കില്ല. പടച്ചോൻ തീരുമാനിക്കുന്നു, അതാണ് മനുഷ്യർ പടച്ചോൻ വിചാരിക്കുന്നത്. അതായത് അപ്പൊ പിന്നെ എന്തിനാണ് ഈ പ്രാർത്ഥന? മനുഷ്യന്മാർക്ക് അങ്ങോട്ട് ചെയ്താൽ പോരെ കാര്യങ്ങള്? ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്.